വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം UDF സർക്കാർ അതായത് പ്രതിപക്ഷം ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അതിന് അർഹത LDF-ന് തന്നെയാണ്. അത് വ്യക്തമാക്കുകയാണ് തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവൻ. UDF ഉണ്ടാക്കിയിട്ടുള്ള അടിസ്ഥാന കരാറിൽ LDF മാറ്റം വരുത്തിക്കൊണ്ടാണ് തുറമുഖത്തിന്റെ ആ ഒരു മുഖം മാറിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്രളയവും അതുപോലെ തന്നെ കോവിഡിന്റെ സമയവും വിഴിഞ്ഞത്തിനെതിരെ സമരം നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോഴിതാ ഈ കമ്മീഷനിങ് എന്ന് പറയുന്ന ഈ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഈ അഭിമാനകരമായിട്ടുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. കേവലം ഒരു വികസനത്തിൽ രാഷ്ട്രീയം മാത്രം കാണുന്നവരാണ് വിവാദത്തിന് ശ്രമിക്കുന്നത് എന്നും മന്ത്രി പറയുന്നുണ്ട്. കൈരളി ന്യൂസിനോട് തന്നെയായിരുന്നു മന്ത്രിയുടെ ഈ ഒരു പ്രതികരണം. നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ കമ്മീഷനിങ്ങിലേക്കാണ് ഏവരും കണ്ണുനട്ടിരിക്കുന്നത്. നാളെയാണ് ആ ചരിത്ര നിമിഷം. മന്ത്രി VN വാസവനാണ് ഈ ഒരു ഘട്ടത്തിൽ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത്. വലിയ ഒരു പ്രയാണമാണ് മന്ത്രി ഈ ഒരു കാലയളവിൽ നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് കമ്മീഷനിങ്ങിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഉള്ളൊരു തൃപ്തി എത്രത്തോളമാണ്? നമ്മുടെ നാടിൻ്റെ ചരിത്ര ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചരിത്ര നിമിഷത്തിനാണ് മെയ് 2 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയാണ് ബഹുമാന്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. ഇത്തരം ഒരു ഘട്ടത്തിലേക്ക് ഈ തുറമുഖത്തെ എത്തിക്കുന്നതിന് വേണ്ടി 1ഉം 2ഉം പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിൻ്റെ നെറ്റ് റിസൾട്ടാണ് 1ാം ഘട്ടം ഈ രൂപത്തിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയുന്നത്. കാരണം ഈ തുറമുഖം ആശയപരമായി നയനാർ ഗവൺമെൻറ് കാലഘട്ടത്തിൽ പഠനത്തിന് വേണ്ടി തുടക്കം കുറിച്ചതാണെങ്കിലും 2010 ഓഗസ്റ്റ് 11 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ബഹുമാനായിരുന്ന VS-ൻ്റെ കാലഘട്ടത്തിൽ വിജയകുമാർ തുറമുഖ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും അന്ന് ടെൻഡർ ചെയ്ത് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല രൂപത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അദാനിയായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന രൂപത്തിൽ ഒരു കരാറുണ്ടാക്കി. വലിയ സമരങ്ങളും ബഹളങ്ങളുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേതൃത്വത്തിൽ വളർന്നു വന്നൊരു ഘട്ടത്തിലാണ് അത്തരം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. ആ എഗ്രിമെൻറ്റിൻ്റെ ഉള്ളടക്കത്തെ അന്ന് തന്നെ തെറ്റായ രൂപത്തിൽ ഉണ്ടാക്കിയത് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇൻ പ്രിൻസിപ്പിൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന രൂപത്തിൽ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്ന് തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിലെല്ലാം പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിനും ആവശ്യപ്പെട്ടത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തനം, സർക്കാരിൻ്റെ ചിട്ടയായിട്ടുള്ളൊരു പ്രവർത്തനം, അതിൻ്റെ ഒരു വലിയൊരു അംഗീകാരം കൂടിയാണ് ഈ ഒരു കമ്മീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മറ്റ് വിമർശനം എവിടെയും ഉന്നയിക്കാനില്ലാത്തത് കൊണ്ടാണോ ഇതിൻ്റെ കമ്മീഷനിങ്ങിൽ ഒരു വിവാദമുയർത്തി പ്രതിപക്ഷം ആ രീതിയിൽ ഇതിൽ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത്? ആ വിവാദത്തിന് ഒരടിസ്ഥാനവുമില്ല. കമ്മീഷൻ ഡേറ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ടെൻഡേറ്റീവായി നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ സംഘാടക സമിതി യോഗം വിളിച്ചു. അത് മാർച്ച് മാസം 21-ാം തീയതി യൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ചാണ് വിളിച്ചത്. ആ സമയത്ത് സ്ഥലത്തെ MLA പ്രതിപക്ഷത്തെ ആളാണ്, അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു, MP ക്ഷണിച്ചിരുന്നു. അവർ രണ്ടുപേരും പങ്കെടുത്തില്ല. എന്നാൽ അവരുടെ ചില പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞങ്ങൾ സംഘാടക സമിതി ഓഫീസ് 23-ാം തീയതി കോർപ്പറേഷൻ്റെ മുൻവശത്ത് തന്നെ പ്രത്യേക ഓഫീസ് കെട്ടിയുണ്ടാക്കി ഉദ്ഘാടനത്തിന് വൈകുന്നേരം വെച്ചിരുന്നു. സമയത്ത് അവരോട് ചോദിച്ചിട്ട് അവർ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആരും വന്നില്ല. MLA-യും വന്നില്ല, MP-യും വന്നില്ല. എന്നിരുന്നാലും ഈ കാര്യത്തെ സംബന്ധിച്ച് ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടതെന്ന് സംബന്ധിച്ച് അവസാന വാക്ക് പറയേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. സാധാരണ അത് പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർക്കാണ് നിശ്ചയിക്കാനുള്ള അവകാശം. പ്രധാനമന്ത്രി വരുന്ന പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കണം, ആരൊക്കെ വേദിയിരിക്കണം എന്നൊക്കെ തീരുമാനിച്ച് അവർ ലിസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് തരികയാണ്. അതെല്ലാ കാലഘട്ടത്തും അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പങ്കെടുക്കേണ്ട പേര് നമുക്ക് ഫൈനലായി തീയതി കിട്ടിക്കഴിഞ്ഞാൽ, സമയം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുകയാണ് പതിവ്. നമ്മളതനുസരിച്ച് നമുക്ക് കിട്ടിയ 28-ാം തീയതി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുതിയ സാഹചര്യം എല്ലാം ഉണ്ടെങ്കിലും മാറ്റമില്ല, പരിപാടിക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുത്തു. MLA-ക്ക് നേരത്തെ തന്നെ കത്ത് കൊടുത്തിരുന്നു, MP-ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ പ്രതിപക്ഷക്കാരെ എല്ലാം ആ ഘട്ടത്തിൽ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ച് പേര് നേരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇവരെല്ലാം ചേർത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ വേദിയിൽ ആരൊക്കെ പ്രസംഗിക്കാൻ അനുവദിക്കും, എത്ര പേർക്ക് ഇരിക്കാം, ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്
പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ആ മെസ്സേജ് തിരിച്ച് ഇന്ന് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അതനുസരിച്ച് കൃത്യമായി കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കൂട്ടം അവരുടെ വ്യാഖ്യാനത്തിനനുസരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ യോഗം മുതൽ പ്രതിപക്ഷത്തെ ക്ഷണിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സ്ഥല MLA പ്രതിപക്ഷത്തുള്ള ആളാണ്, സ്ഥല MP പ്രതിപക്ഷത്തുള്ള, ഇവരൊക്കെ സമയബന്ധിതമായി ക്ഷണിച്ചിരുന്നു. അല്ലെങ്കിൽ അവരോട് വിളിച്ച് ആർക്ക് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അവർ തിരിച്ച് വരാൻ അസൗകര്യം ഉണ്ടെന്നുള്ള കാര്യം MLA വിളിച്ചറിയിച്ചിരുന്നു, മറ്റാരും വിളിച്ചറിയിച്ചിരുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വസ്തുതാപരമായ കാര്യങ്ങൾ ഇതായിരിക്കെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചില മാധ്യമങ്ങൾ അവരുടെ മനോധർമ്മം അനുസരിച്ച് വാർത്തകളുണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കല്ലിട്ട കാര്യം നടക്കില്ല, മറിച്ച് ഇച്ഛാശക്തിയുള്ള ഭരണകൂടങ്ങൾ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കൂ എന്നുള്ളതിന് ഒന്നാന്തരം ദൃഷ്ടാന്തം. എന്നെല്ലാം പ്രതിബന്ധങ്ങൾ നേരിട്ടാണ് ഓക്കി ദുരന്തവും അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള വെള്ളപ്പൊക്കം, അതേപോലുള്ള മഹാമാരി, കോവിഡ്, ഇതെല്ലാത്തിനും ശേഷം ഇരമ്പിയാർത്ത് വന്ന രണ്ടാം വിമോചന സമരം, ഇതിനെല്ലാം അതിജീവിച്ചല്ലേ യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി ഇത് പൂർത്തീകരിച്ച് കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നു. അതിന് ഈ ഗവൺമെൻറ്റിനെ നിങ്ങൾ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതല്ലോ. ആ രൂപത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ കാണും. എല്ലാവരും ചേർന്ന് യഥാർത്ഥത്തിൽ സംസ്കാരമുള്ളവർ നല്ല പ്രവൃത്തി സൽക്കർമ്മങ്ങൾ ആര് ചെയ്താലും ആ സൽക്കർമ്മങ്ങളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോഴാണ് സംസ്കാരമുള്ളൊരു ജനതയായി നമ്മൾ മാറുന്നത്. ഈ നാടത്തരത്തിൽ തന്നെ ഈ ഗവൺമെൻറ്റിനെയും ഒപ്പം ഈ പ്രവൃത്തി ചെയ്തവരെയും തിരിച്ചറിഞ്ഞ് അഭിനന്ദിക്കുന്ന സാഹചര്യം പൊതുവെ വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കമ്മീഷനിങ് ഡേറ്റ് അറിഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ കേരളം ഏറെ അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ, ആവേശത്തോടെ ഇതുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം തികഞ്ഞ സംതൃപ്തിയുണ്ട് ഈ നിമിഷത്തിലേക്ക് നടന്നെടുക്കുന്നതോടെ. തീർച്ചയായും. ഏതായാലും LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനം അതുതന്നെയാണ് ഈ പദ്ധതിയുടെ കമ്മീഷനിങ്ങിലേക്ക് എത്തി നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൂട്ടായ ഒരു പ്രവർത്തനം തന്നെയാണ് ഉണ്ടായത്. കേന്ദ്രം അവഗണിക്കുന്ന ഘട്ടത്തിൽ പോലും അതൊന്നും കൂസാതെ ഉള്ളൊരു മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം അത് തന്നെയാണ് ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നതും എന്നതും ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഏതായാലും മന്ത്രി VN വാസവനാണ് അദ്ദേഹത്തിൻ്റെ ഈ സമയം കൈരളി ന്യൂസിനൊപ്പം പങ്കുവച്ചത്. ഇനി എല്ലാവരുടെയും കണ്ണുകൾ വിഴിഞ്ഞത്തേക്കാണ്. നാളത്തെ ആ പ്രധാനപ്പെട്ട ചരിത്ര നിമിഷത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ്. സജു കാഞ്ഞിരകുളത്തിനൊപ്പം S. ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.